അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ 9-ാം അധ്യായം സൂറത്തു തൗബയുടെ 119-ാം വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും സത്യവാന്മാരുടെ കൂട്ടത്തിൽ ആയിരിക്കുകയും ചെയ്യുക എന്ന കാര്യം നമ്മെ ഉണർത്തുന്നു. ജീവിതത്തിൽ നല്ലൊരു സുഹൃത്ത് നമുക്കുണ്ടാവുന്നത് വലിയൊരു അനുഗ്രഹവും ആശ്വാസവുമാണ്. സന്തോഷവേളകളിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമുക്കവൻ സംതൃപ്തി പകരും. നമ്മുടെ വിഷമഘട്ടങ്ങളിൽ അവൻ താങ്ങും തണലുമായിരിക്കും. നമ്മുടെ രക്തബന്ധുക്കളെയും മാതാപിതാക്കളെയും പരിഗണിക്കേണ്ട രീതിയിൽ സുഹൃത്തും പരിഗണിക്കപ്പെടണമെന്നാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സുഹൃത്തായി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഗാർ സൗറിൽ വെച്ച് ശത്രുക്കളുടെ കറുത്ത കരങ്ങളാൽ പിടികൂടപ്പെടുമോ എന്ന ആശങ്ക പങ്കുവെച്ച സുഹൃത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഖുർആൻ പഠിപ്പിക്കുന്നത് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, താങ്കൾ ദുഃഖിക്കരുത്, അല്ലാഹു നമ്മോടൊപ്പമുണ്ട് എന്ന വലിയ പാഠമാണ്. നല്ല സുഹൃത്ത് നന്മകളുടെ വഴികളിലേക്ക് നമ്മെ എത്തിക്കും. ചീത്ത സുഹൃത്ത് തിന്മകളുടെ കെണിവലയങ്ങളിലേക്ക് നമ്മെ തള്ളി വീഴ്ത്തും. നല്ല സുഹൃത്തിന്റെയും ചീത്ത സുഹൃത്തിന്റെയും ഉപമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നല്ല സുഹൃത്ത് കസ്തൂരി വിൽപ്പനക്കാരനെ പോലെയാണ്. അവനിൽ നിന്നും കസ്തൂരി വാങ്ങാം, അവന്റെ സാന്നിധ്യത്തിൽ നിന്നിലേക്ക് ആ സുഗന്ധം പകരും. ചീത്ത സുഹൃത്ത് ഇരുമ്പ് പാകപ്പെടുത്തുന്ന കൊല്ലപ്പണിക്കാരനെ പോലെയാണ്. അവനിൽ നിന്ന് നിന്റെ വസ്ത്രത്തിന് തീപൊരിയാൽ കേടുപറ്റും, ദുർഗന്ധം വമിക്കുകയും ചെയ്യും. തത്വജ്ഞാനിയായിരുന്ന ലുക്മാനുൽ ഹക്കീം മകനെ ഇപ്രകാരം ഉപദേശിച്ചു, മൻ യസ്ഹബ് സ്വാഹിബ സൂഇ ലാ യസ്ലം, ചീത്ത കൂട്ടുകാരനൊപ്പം കൂടിയാൽ അവൻ രക്ഷപ്പെടുകയില്ല. സത്യവിശ്വാസിയെ നിന്റെ കൂട്ടുകാരനായി നീ സ്വീകരിക്കുക എന്ന പ്രവാചക വചനത്തിൽ നിന്ന് സൗഹൃദത്തിൽ നാം പുലർത്തേണ്ട ജാഗ്രത നമുക്ക് ബോധ്യപ്പെടും. ഖൈറുൽ അസ്ഹാബി ഇൻദല്ലാഹി ഖൈറുഹും ലിസ്വാഹിബിഹി, അല്ലാഹുവിങ്കൽ ഏറ്റവും നല്ല സുഹൃത്ത് കൂട്ടുകാരന് നന്മ ചെയ്യുന്നവനാണ്. നല്ല സുഹൃത്ത് ഒരു തണൽ വൃക്ഷം പോലെയാണ്, അതിന്റെ എല്ലാ നന്മയും അവന് ലഭിക്കും. ചീത്ത കൂട്ടുകെട്ട് നാം സൂക്ഷിക്കണം. പതുക്കെ പതുക്കെ അവർ നമ്മെ അപകടങ്ങളുടെ ആഴിയിൽ മുക്കി താഴ്ത്തും. നമ്മുടെ ഇഹവും പരവും അവൻ കാരണം നാം പരാജയപ്പെടും. ഒടുവിൽ യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, എന്റെ നാശമേ, ഞാൻ ഇവനെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിലപിക്കുന്ന ദുരന്ത ദിനം വരുമെന്ന കാര്യം ഖുർആൻ നമ്മെ ഉണർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ മർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ തന്റെ സുഹൃത്തിന്റെ അഭിപ്രായത്തിന്മേലാണ്. അതിനാൽ അവൻ ആരുമായാണ് കൂട്ടുകൂടുന്നത് എന്ന കാര്യം ഗൗരവമായി ചിന്തിക്കട്ടെ. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി, ഒരാളെ പറ്റി നീ ചോദിക്കേണ്ട, അവന്റെ കൂട്ടുകാരനെ പറ്റി ചോദിച്ചാൽ മതി എന്ന കവിവചനം ശ്രദ്ധേയമാണ്. വേദനകളും ദുഃഖങ്ങളും സഹിച്ച് നാം സമ്പാദിക്കുന്നതും ഓടുന്നതും നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുവാനാണ്. അവരുടെ കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും നന്മയുടെ വീതിയിലാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. മാതാപിതാക്കളുടെ അന്തസ്സും അഭിമാനവും തകർത്തു തരിപ്പണമാക്കുന്ന മക്കൾ ഇന്ന് അധികരിച്ചിരിക്കുകയാണ്. അതിനാൽ മക്കളുടെ കാര്യത്തിൽ നാം ബോധവാന്മാരാകണം. രാജ്യത്തിന്റെ സമ്പത്തും ഭാവി വാഗ്ദാനങ്ങളുമായ നമ്മുടെ മക്കളെ നന്മയിലൂടെ വഴി നടത്തുവാനും നല്ല കൂട്ടുകെട്ടുകളിൽ മാത്രം അവരെ സഹകരിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും വേണം. നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.